അസ്സലാമു അലൈക്കും, നമസ്കാരം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഖുർആനും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സ്ക്രൂ ഡ്രൈവറും ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ നിറവിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ വേൾഡ് ആർട്ടിൽ പ്രദർശനത്തിനെത്തി. വർക്കിംഗ് ക്ലാസ് ഹീറോസ് എന്നാണ് ഈ സ്ക്രൂ ഡ്രൈവറിന്റെ നാമം. UAE നിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ. ഒരു കാലത്ത് ഇന്ത്യൻ കറൻസി ആയിരുന്നു UAEയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും വലിയ ബന്ധമാണ് ഇന്ത്യയും UAEയുമായിട്ട് ഉണ്ടായിരുന്നത്. ഇന്ന് ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളുടെയും ഫാക്ടറികളും ഓഫീസിന്റെ നിർമ്മാണ മേഖലയും UAEയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയം, ഇതിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ വർക്കിംഗ് ക്ലാസിനെ പ്രൊമോട്ട് ചെയ്യുക, മാർക്കറ്റിംഗ് UAEയിലേക്ക് കൊണ്ടുവരിക എന്ന ആശയത്തിൽ നിന്നാണ് 3 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സ്ക്രൂ ഡ്രൈവറിനെ കുറിച്ച് ഗിന്നസ് അധികാരികളെ കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് ദിലീഫ് അറിയിക്കുന്നത്. അവരുടെ അപ്രൂവലിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിക്കുകയും 60 ദിവസം കൊണ്ട് 6 മീറ്ററും 60 സെന്റിമീറ്ററും നീളമുള്ള 500 കിലോ ഭാരമുള്ള സ്ക്രൂ ഡ്രൈവർ നിർമ്മിക്കുകയായിരുന്നു. മഹാഗണി എന്ന വൃക്ഷം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കാർ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോറൂമിൽ അവരുടെ റിസപ്ഷനിലെ ഒരു ആർട്ട് വർക്കായിട്ടാണ് അവരുടെ വാളിൽ ഡിസ്പ്ലേ ചെയ്യുവാനുള്ള രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വാങ്ങിക്കുവാനും കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത. വേൾഡ് ലോങ്സ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ഖുർആനാണിത്. 1000 മീറ്ററാണ് ഇതിന്റെ നീളം. 4 വർഷം മുമ്പ് കേരളത്തിൽ നിർമ്മിക്കുകയും UAEയിലേക്ക് കൊണ്ടുവരികയും ഖുർആന്റെ കലയും സൗന്ദര്യവും അതിന്റെ മാനുഷിക മൂല്യങ്ങളും ലോക ജനതയുടെ മുന്നിലേക്ക് എത്തിക്കുകയും എന്നതാണ് ഈ ഖുർആന്റെ ലക്ഷ്യം. അടുത്ത മാസം 16-ാം തീയതി തുർക്കിയിലെ ബ്ലൂ മോസ്കിൽ നടക്കുന്ന എക്സിബിഷനിൽ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഖാന്റെ മുമ്പിലേക്ക് ഈ ഖുർആൻ എത്തിക്കുവാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മാതൃകയായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാനും കാലത്തിന്റെ പുതിയ കയ്യൊപ്പും നൽകിയ ദിലീഫും ലോക മലയാളികൾക്ക് അഭിമാനമാണ്. പുതിയ ചിന്താഗതികൾ കൊണ്ട് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഈ കോഴിക്കോട്ടുകാരൻ മുഹമ്മദ് ദിലീഫിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ ആശംസകളും നേരുന്നു.